വിടുതലൈ പാർട്ട് 2 വാട്ട് എ മൂവി മാൻ. ഒന്നും പറയാനില്ല, കിഡിലെ മൂവി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമാക്സ് ഇല്ലെങ്കിൽ നേരെ കൊണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മൂവി എന്ന് പറയുന്ന അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്തതൊന്നുമല്ല. ഈ ഒരു മൂവിയിൽ സംസാരിക്കുന്ന പൊളിറ്റിക്സ് ആയാലും അതിന്റെ ഒരു കണ്ടന്റ് ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെല്ലാം വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെട്രിമാറിന്റെ ഒറ്റ അടിക്കാൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല പ്രോപ്പർ ആയിട്ട് ഒരു 2 പാർട്ട് മൂവി ആയിട്ട് പുള്ളിക്കാരൻ അങ്ങ് റിലീസ് ചെയ്തു. വിടുതലൈ പാർട്ട് 1 നമ്മളൊരു പോലീസുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് കണ്ടത്. ഇപ്പോൾ സൂര്യയുടെ ക്യാരക്ടറും ആ ഒരു പോലീസ് ക്യാമ്പിൽ നിൽക്കുന്നത്, പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സും, വാദിയാർ എന്നൊരു ക്യാരക്ടറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ആ ഒരു ഫസ്റ്റ് പാർട്ട് പറഞ്ഞു പോയത്. ആൻഡ് ആ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിലോട്ട് വരുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടായിരുന്നു ആ ഒരു സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ആ ഒരു മൂവി എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് പാർട്ടിലൂടെ ബാക്കി വെച്ച് പോയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിലൂടെ ആൻസർ തരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പാർട്ടിന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടായിരുന്നു ക്ലൈമാക്സിൽ സൂര്യ നമ്മളെ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള വാദിയാറിനെ അറസ്റ്റ് ചെയ്യണതും അവിടെ കൊണ്ടുപോകുന്നതൊക്കെ. സോ അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സും, അതായത് ആ ഒരു രാത്രിയും പിറ്റേ ദിവസം പകലും. സോ ഇത്രയും നേരത്തെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മൂടെ എൻഡ് വരെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു 90% സൂര്യനെയും കണ്ടു, ഒരു 10% വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെയും കണ്ടു. ഇവിടോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒരു 90% വിജയ് സേതുപതിയുടെ ക്യാരക്ടർ, ഒരു 10% സൂര്യയുടെ ഒരു ക്യാരക്ടറാണ്. കാരണം ഈ ഒരു മൂവി ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഈ ഒരു വാദിയാർ എന്ന ക്യാരക്ടർ, അയാൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന വാദിയാറായി മാറിയത്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അയാൾ മാറാനുള്ള കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ പറഞ്ഞു വന്ന കാര്യങ്ങളും ആ ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സിനിമയിൽ അങ്ങ് കണ്ടു കളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ആൾക്കാർ കണ്ടും കേട്ടും വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു അടിമത്തുണ്ടല്ലോ. അതായത് ഞാനാണ് എല്ലാത്തിന്റെ മുകളിൽ നിൽക്കുന്നത്, എന്റെ താഴെയാണ് ഇവിടെ എല്ലാം വരുന്നത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻറ്റയർ മൂവിയുടെ എക്സിക്യൂഷൻ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഏരിയസിലുള്ള കാര്യങ്ങൾ അത്രയ്ക്കും വർക്കായില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടെംപ്ലേറ്റ് പോലെ എനിക്ക് തോന്നി. അതായത് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന എലമെന്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന പോലെ. ആൻഡ് ചില ഏരിയസിൽ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ചെറുതായിട്ട് ഡൗൺ ആവുന്നത് പോലെ തോന്നി. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ നൈസായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ആയാലും എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ നല്ല അടിപൊളിയായിട്ടാണ് സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പം കണ്ടത് സൂര്യയുടെ ആ ഒരു പോലീസ് ഓഫീസറിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ, സെക്കൻഡ് പാർട്ടിലോട്ട് വന്നപ്പോൾ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള വാദിയാറിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആ സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒരു നരേഷനാണ്, ആ ഒരു എൻഡ് വരെ അത് പ്രോപ്പർ ആയിട്ട് ഓരോ സീക്വൻസിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു പ്രസന്റേഷനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ കണ്ടായിരുന്നു വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള വാദിയാറിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു രാത്രി നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് ഈ ഒരു വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള വാദിയാറിന്റെ ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഇന്ന് കാണുന്ന വാദിയാറായിട്ട് മാറിയത്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് എന്താണ്, അയാളുടെ ഫാമിലി, അയാളുടെ പൊളിറ്റിക്സ്, അതെല്ലാം ഈ സിനിമയിൽ ആ ഒരു ഇവന്റ്സിന്റെ കൂടെ തന്നെ നരേഷനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ടാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം അവർ അറസ്റ്റ് ചെയ്തതിനു ശേഷം നടക്കുന്ന ഇവന്റ്സിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ആ ഓരോ സീക്വൻസിനും അത്ര ഡെപ്ത് ആയിരുന്നു കാണാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതി ആയാലും മഞ്ജു വാര്യർ ആയാലും സൂര്യ ആയാലും ബാക്കി വന്നു പോകുന്ന മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയാലും എല്ലാവരും അവരുടെ സ്പേസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണോ അത് അവർ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ആയിട്ടുള്ള വാദിയാറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഇവന്റ്സ് ലൈഫിൽ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആ ഓരോ സ്റ്റേജസിലും പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് മഞ്ജു വാര്യറിന്റെ. ആ ഒരു ക്യാരക്ടറും അടിപൊളിയായിരുന്നു. പുള്ളിക്കാരന്റെ വൈഫാണ്. ആ ഒരു ക്യാരക്ടർ മഞ്ജു വാര്യർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഞ്ജു വാര്യന്റെ ഒരു ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സിനിമയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒരു ബോയ് കട്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കും. പക്ഷെ ആ ഒരു ഹെയർ സ്റ്റൈലിന് പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട്. ആൻഡ് സൂര്യയുടെ പെർഫോമൻസ് ആയാലും, സൂര്യ അധികം മൂവിയിലില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വിജയ് സേതുപതിയെ കണ്ട പോലെയാണ്, ആകെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഉള്ള ടൈം പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പോർഷൻ ഒക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു നരേഷനൊക്കെ ഉണ്ട് കേട്ടോ, അത് അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് പറയുന്ന ഈ ഒരു മൂവിയുടെ ഒരു മെജോറിറ്റി ഓഫ് ദ ഇവന്റ്സ് നടക്കുന്ന ഒരു കാട്ടിന്റെ അകത്താണ്. സോ ആ ഒരു ഇവന്റ്സിന്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ട് ആ ഒരു കാട്ടിന്റെ അകത്ത് വെച്ചോളാം. അടിപൊളിയാണ്. ആ ഒരു എൻ്റയർ മൂവിയുടെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. കാരണം എല്ലാ ഏരിയസിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിടുതലൈ 1 കണ്ടിട്ടാണ് വിടുതലൈ 2 ഒന്ന് കാണാൻ, അല്ലാതെ ഒരു കാര്യം മനസ്സിലാവത്തില്ല. ഒരു പ്രോപ്പർ കണക്ഷൻ തന്നെ ഈ ഒരു രണ്ട് മൂവീസിന്റെ ഇടയ്ക്കുണ്ട്. ഒരു പക്ക കണ്ടിന്യൂഷൻ ആണ്. ആ ഒരു മൂവി എവിടെ എൻഡ് ചെയ്യണോ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവന്റ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഒന്നുപോലെ നമുക്കൊരു ഭയങ്കര ബ്രേക്ക് എടുത്ത് വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും ആ ഒരു ഇവന്റ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം പക്ക ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നും. ആ രീതിക്കാണ് അതിന്റെ ഒരു എൻ്റയർ മേക്കിങ്ങും പ്രസന്റേഷനും വന്നിരിക്കുന്നത്. സോ എനിക്ക് ഓവറോൾ ഈ ഒരു മൂവി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ പോയി കാണുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.